പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗമാണ് എറണാകുളം മഞ്ഞള്ളൂരിലെ പ്രധാന ചർച്ചാ വിഷയം. ആരും അറിയാതെ സ്കൂട്ടറിൽ മാലിന്യം തള്ളാൻ വന്നതായിരുന്നു. പക്ഷേ സംഭവം ഇപ്പോൾ എല്ലാവരും കണ്ടു. CPIM പഞ്ചായത്ത് അംഗത്തെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ ദൃശ്യമാണ് എറണാകുളം മഞ്ഞള്ളൂരിലെ പ്രധാന ചർച്ചാ വിഷയം. ദൃശ്യത്തിൽ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, മഞ്ഞള്ളൂർ പഞ്ചായത്ത് അംഗം PS സുധാകരനാണ്. മികച്ച ഷോട്ടായിരുന്നെങ്കിലും സംഗതി ഫൗളായി പോയി. ഓടുന്ന സ്കൂട്ടറിൽ നിന്ന് മുഖം പോലും തിരിക്കാതെ അതിവിദഗ്ധമായി കാലുകൊണ്ട് അടിച്ചു തെറിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലെ മാലിന്യമാണ്. ദൃശ്യങ്ങൾ വൈറലായി, പരാതിയായി. പഞ്ചായത്ത് സെക്രട്ടറി ആദ്യം നടപടിയെടുത്തില്ല. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി വന്നതോടെ 1000 രൂപ പിഴ ഈടാക്കി. ആ വീഡിയോ കണ്ടത് മുതൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഈ അംഗത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് അംഗം തന്നെ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് നീതീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. സാധാരണക്കാർ മാലിന്യം തള്ളിയാൽ 10000 രൂപ പിഴ. പഞ്ചായത്ത് അംഗം ചെയ്തപ്പോൾ വെറും 1000 രൂപ മാത്രം. വീണ്ടും പ്രതിഷേധം. ഈ ഫൗളിന് ചുവപ്പ് കാർഡ് തന്നെ നൽകണമെന്നാണ് ആവശ്യം. സുധാകരനെ അയോഗ്യനാക്കണമെന്ന ആവശ്യവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. എന്നാൽ PS സുധാകരന്റെ ന്യായീകരണം ഇങ്ങനെയാണ്. ഈ വണ്ടി ഓടിച്ച സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഈ ടിക്കറ്റ് റോഡിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ കാറ് കൊണ്ട് പൊക്കി തടയാൻ ശ്രമിച്ചു. റോഡിലേക്ക് ചാടുണ്ടാക്കാൻ ടിക്കറ്റിന്റെ കടലാസിന് വെയിറ്റ് ഇല്ലല്ലോ. ആ സാധനം റോഡിലേക്ക് ചാടാൻ നേരത്തെ ഞാൻ ഇടത് കാലോട്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ തൊഴിച്ച് കളയുന്നതായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തു വിട്ടതോടെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വേസ്റ്റാക്കി അത് മാലിന്യമാക്കി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ഞാനും അല്ലെങ്കിൽ പഞ്ചായത്ത് സ്റ്റാഫുകളും ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ആ സ്ഥലം വന്ന് സന്ദർശിക്കുകയും അവിടെ ക്ലീൻ ആക്കിയ ആ രീതിയിലുള്ള വീഡിയോയുടെ ഒന്ന് പുറത്തിടാനുള്ള സന്മനസ് നിങ്ങൾ ദയവേത് കാണിക്കണം. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ജനങ്ങൾക്കത് മനസ്സിലാവുമെന്നും കരുതിയാണ് ഞാൻ പോകുന്നത്. ശുചിത്വ മിഷൻ കോടികൾ ചെലവഴിച്ച് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് ഒരു പഞ്ചായത്ത് അംഗം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പരാതി. റിപ്പോർട്ടർ, കൊച്ചി. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ. അദ്ദേഹത്തിന്റെ സ്കൂട്ടർ കിക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ വൈറലായി കഴിഞ്ഞു. നമ്മളും കണ്ടു. മാലിന്യം തിരിച്ച് പിടിച്ചു വെക്കാൻ, കവർ തിരിച്ച് പിടിച്ചു വെക്കാൻ ഇടത്തേക്കൊന്ന് പാളി നോക്കി വലത്തേക്ക് കിക്ക് ചെയ്യുന്ന സുധാകരന്റെ ന്യായങ്ങളൊക്കെ എത്രത്തോളം നിലനിൽക്കും? 10000 പിഴ ഈടാക്കേണ്ടടുത്ത് 1000 പിഴ ഈടാക്കി രക്ഷിക്കാൻ ശ്രമിച്ചവർക്കും പിടി വീഴുമോ? മന്ത്രി ഇങ്ങനെ മാലിന്യം വലിച്ചെറിയരുതെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ അർജുൻ. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. അത് തന്നെയാണ് മഞ്ഞള്ളൂർ പഞ്ചായത്തിലടക്കം ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മാത്രം ഇത് ഏതാണ്ട് 1 മാസം മുമ്പ് നടന്ന സംഭവമാണ്. ആ CCTV ദൃശ്യത്തിലെ തീയതി അനുസരിച്ചാണെങ്കിൽ മെയ് മാസം 9-ാം തീയതിയാണ് ഇത് നടന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം അവിടെയുള്ള ചില ആളുകൾ പഞ്ചായത്തിൽ പരാതി നൽകി. പക്ഷേ സ്വാഭാവികമായും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ കടക്കുന്നത്. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങളും ഇത്രമേൽ പ്രചരിച്ചതും. എന്തായാലും ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ്, ഹെൽമറ്റ് പോലും ധരിക്കാതെയാണ് ഈ സുധാകരൻ ആ സ്കൂട്ടറിൽ വരുന്നത്. അവിടെ ഒരു ഒഴിഞ്ഞ മേഖലയാണ്. സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് ആവോലി പഞ്ചായത്തിലാണ്. മഞ്ഞള്ളൂർ പഞ്ചായത്ത് അംഗമാണ്, പക്ഷേ തൊട്ടടുത്തുള്ള ആവോലി പഞ്ചായത്തിലെ ഒരു മേഖലയിലാണ്. ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആവോലി പഞ്ചായത്തിലെ ഒരു ഒഴിഞ്ഞ പറമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 2 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ വിശദീകരണം അനുസരിച്ച് ഈ പഞ്ചായത്ത് സെക്രട്ടറി വിളിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു ലോട്ടറി സ്റ്റാളുണ്ട്. അവിടെ ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റുകൾ ബാക്കി വരുന്നുണ്ട്. അത് സാധാരണഗതിയിൽ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ഒന്നിച്ച് കത്തിച്ച് നശിപ്പിക്കാറാണ് പതിവ്. പക്ഷേ അദ്ദേഹത്തിന്റെ TV റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. ആ ദിവസം ഈ ടിക്കറ്റുമായി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ TV റിപ്പയർ ചെയ്ത ആൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഈ റിപ്പയർ ചെയ്ത TV തിരിച്ചു കൊണ്ടുപോകണം എന്നായിരുന്നു ആവശ്യം. അതിനെ തുടർന്നാണ് ഈ കടയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ
വാഹനത്തിൽ നിന്ന് ഈ കവർ താഴേക്ക് വീഴുകയായിരുന്നു. അത് തടയാൻ വേണ്ടി തന്റെ കാലുകൊണ്ട് ശ്രമിച്ചതാണ് എന്നൊരു ന്യായവും പറയുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം ഇത് പരാതിയായി പഞ്ചായത്തിലെത്തുകയും പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തെ വിളിപ്പിക്കുകയും ചെയ്തു. മനസ്സിലാക്കേണ്ടത് അപ്പോഴും ഈ കവർ, ഈ മാലിന്യമുള്ള ഈ കവർ അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് അടുത്ത ദിവസം ഈ പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് അധികൃതർക്കുമൊപ്പം അദ്ദേഹം ഈ സ്ഥലത്തെത്തുകയും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ വലിയ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട UDFന്റെയും മറ്റും പ്രധാനപ്പെട്ട ആവശ്യം ഇദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. സുജിയ, മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ CPIM പ്രതിനിധിയാണ് ഈ PS സുധാകരൻ. അദ്ദേഹത്തിന്റെ ന്യായീകരണം ആ പ്രതികരണത്തിലൂടെ നമ്മൾ കണ്ടു. അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ നേരിട്ടൊന്ന് ഈ സ്കൂട്ടർ കിക്കിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി നമ്മളൊന്ന് വിളിച്ചു നോക്കി. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വിശദമായ പ്രതികരണം ഈ വിഷയത്തിൽ, അതായത് ഇടത്തേക്ക് നോക്കി വലത്തേക്ക് അതിവേഗം ഇടുന്ന ആ ഒരു സ്കൂട്ടർ കിക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ഫുട്ബോൾ ലോകം വളരെ ആവേശത്തോടെ മത്സരങ്ങൾ കാണുന്ന സമയമാണല്ലോ അർജുൻ. ഇതിൽ ആവോലി പഞ്ചായത്തിന്റെ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു? പേരിനൊരു നടപടി എന്ന നിലയിലാണോ പഞ്ചായത്ത് സെക്രട്ടറി 1000 രൂപ വാങ്ങി പിഴയായി ഈടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഒതുക്കാൻ ശ്രമിച്ചത്? ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇയാൾക്കെതിരെ നടപടി വേണം എന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ആദ്യഘട്ടത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. 1000 രൂപ മാത്രം പിഴ ഈടാക്കിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. പിന്നീട് 10000 രൂപയാണ് സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പിഴ ചുമത്താറ്. ഈ സമാനമായ കുറ്റം ചെയ്ത ഈ പഞ്ചായത്ത് അംഗത്തിന് പക്ഷേ 1000 രൂപ മാത്രം പിഴ ഈടാക്കുന്നതിനെ കുറിച്ച് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും കോൺഗ്രസ് ഈ 2 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ് എന്നുള്ളതും മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ പരാതിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകുന്നത്. സുജയ പറഞ്ഞതുപോലെ കോപ്പ അമേരിക്കയുടെ അടക്കം വലിയ ആവേശത്തിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെയുള്ള ചില ബിരുദന്മാർ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ഷൈജു ദാമോദറിന്റെ കമന്ററി ഒക്കെ ചേർത്തുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. അത് വലിയ തോതിൽ അവിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. സുജിയ, ഓക്കെ അർജുൻ മട്ടന്നൂർ, മാലിന്യ കിക്ക് എന്തായാലും അത്രയ്ക്ക് നല്ലതല്ല. പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി അങ്ങനെ ഒരു കിക്ക് എടുക്കുന്നതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നത് അദ്ദേഹവും ചിന്തിക്കണം, അദ്ദേഹത്തിന്റെ പാർട്ടിയും ചിന്തിക്കണം. എന്നിട്ട് അദ്ദേഹത്തെ തിരുത്തണം. തെറ്റുതിരുത്തൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ആ കൂടെ ഈ പഞ്ചായത്ത് അംഗത്തിന്റെ പ്രവൃത്തി കൂടി 13ാം വാർഡ് മെമ്പറാണ്. ആ പ്രതിനിധിയെ കൂടി ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാലിന്യം ആരും വലിച്ചെറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നാണ് അതിനെ അർത്ഥം. അല്ലാതെ പഞ്ചായത്ത് അംഗത്തിന് ഒരു നീതി, നാട്ടുകാരന് മറ്റൊരു നീതി എന്നല്ല.